ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, സമ്മിറ്റ് ഓഫ് ദി ഫ്യൂച്ചർ, CAQM, ഗ്രീൻ വാഷിംഗ്, പ്ലേസസ് ന്യൂസ് ആയിട്ട് ബരാക് റൂബൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കുറിച്ചാണ്. അപ്പോൾ ഈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യയിലുള്ള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനകത്ത് ഒരുപാട് റിപ്പോർട്ടഡ് വേക്കൻസീസ് ഉണ്ട്, അല്ലെങ്കിൽ അൺഫിൽഡ് വേക്കൻസീസ് ഉണ്ട് എന്നുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 1 വന്നിട്ടുണ്ട്. അതായത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൊടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ടിനകത്താണ്, അല്ലെങ്കിൽ ഒരു അഫിഡവിറ്റിനകത്താണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത് 1974 നമ്മുടെ ഇന്ത്യയിൽ അതേ വർഷം പാസ്സാക്കിയിട്ടുള്ള ഒരു വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് ഉണ്ട്, അല്ലെങ്കിൽ ജനറലി വാട്ടർ പൊല്യൂഷൻ ആക്ട് എന്ന് പറയും. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് അനുസരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നടപ്പിലാക്കലാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില റെഗുലേഷൻസ് ആണ്. അതുകൂടാതെ 1981 ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു നിയമമായിട്ടുള്ള എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ടിന്റെ കീഴിലുള്ള ചില അധികാരങ്ങളും സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ഉണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട മറ്റുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, അതുപോലെ തന്നെ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഇപ്പോൾ ഈ നിലവിൽ നമ്മൾ യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയും. അവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫീൽഡ് ഫോർമേഷൻസ് കൊടുക്കുക, അതുപോലെ തന്നെ ടെക്നിക്കൽ സർവീസസ് ഒക്കെ ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന് ഈ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. ഇനി ഇവരുടെ മറ്റുള്ള ഫംഗ്ഷൻസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ 2 പ്രിൻസിപ്പൽ ലോസ് അനുസരിച്ചാണ് പ്രധാനമായിട്ടും ഇവരുടെ ഫംഗ്ഷൻസ് വരുന്നത്. ഒന്ന് ഈ വാട്ടർ പൊല്യൂഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങളാണ്. അതായത് ഇന്ത്യയിലുള്ള സ്ട്രീംസ്, അതുപോലെ തന്നെ വെൽസ്, അതായത് കിണറുകൾ, ഈ കാര്യങ്ങൾ ഇന്ത്യയുടെ ഡിഫറെന്റ് ഏരിയാസിലായിട്ട് വരുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ക്ലെൻലിനെസ്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ. അപ്പോൾ ക്ലെൻലിനെസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വാട്ടർ പൊല്യൂഷനെ പ്രിവെന്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും അതിനെ അബേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഈ എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്വാളിറ്റി ഓഫ് എയർ ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ എയർ ക്വാളിറ്റി ഡിറ്റീരിയറേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയ്യുന്ന ചില സ്റ്റാൻഡേർഡൈസേഷൻ, അല്ലെങ്കിൽ അവർ സെറ്റ് ചെയ്യുന്ന ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഏകദേശം ഒരു 9 കാറ്റഗറീസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരാണ് അത് സെറ്റ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത് നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി ആണ്. രണ്ടാമത്തത് വാട്ടർ ക്വാളിറ്റി ക്രൈറ്റീരിയ ഫ്രം ഡിഫറെന്റ് സോഴ്സസ് എന്നുള്ളതാണ്. മൂന്നാമത്തത് ഈ സ്റ്റാൻഡേർഡ് ഫോർ എമിഷൻ ഓർ ഡിസ്ചാർജ് ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂട്ടൻസ് ഫ്രം വേരിയസ് ഇൻഡസ്ട്രീസ്, അതായത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ റൂൾസ് അനുസരിച്ച് വരുന്നൊരു കാര്യമാണിത്. നാലാമതായിട്ട് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഫോർ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ബൈ ഇൻസിൻറേഷൻ, അതായത് കത്തിക്കുന്നതിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഇൻസിൻറേഷനിലൂടെ വരുന്ന പൊല്യൂഷനെ അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതിന്റെ ഡിസ്പോസലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡ്സ്. അതുപോലെ തന്നെ ഈ കോമൺ ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റിന്റെ ഡിസ്പോസലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇറക്കുക, എസ്പെഷ്യലി അതിന്റെ ഇൻസിൻറേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അത് കത്തിച്ച് കളയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇറക്കുക. അതുപോലെ തന്നെ വെഹിക്കിൾസിനുള്ള എമിഷൻ നോംസ് ഇറക്കുക, ഓട്ടോ ഫ്യൂൽ ക്വാളിറ്റി, അതുപോലെ തന്നെ ഈ ഡീസൽ എഞ്ചിൻസിന് വേണ്ടിയിട്ടുള്ള, ഇത് ശ്രദ്ധിക്കുക, ഡീസൽ എഞ്ചിൻസിന്റെ എമിഷൻ സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ അതിന്റെ നോയ്സ് ലിമിറ്റും സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ LPG CNG ജനറേറ്റർ സെറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള എമിഷൻ സ്റ്റാൻഡേർഡ്സും നോയ്സ് ലിമിറ്റും സെറ്റ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യുന്ന ഈ സ്റ്റാൻഡേർഡ് സെറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ 9 ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു കോംപ്രഹെൻസീവ് ഇൻഡസ്ട്രി ഡോക്യുമെന്റ് സീരീസ് ഉണ്ട്, അല്ലെങ്കിൽ കോയിൻസ് എന്ന് പറയും. ഈ കോയിൻസ് അനുസരിച്ച്, അല്ലെങ്കിൽ അതിന്റെ കീഴിൽ ഈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് മറ്റ് ചില ഫങ്ഷൻസും കൂടി അവർ ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഈ പറയുന്ന കോംപ്രഹെൻസീവ് ഇൻഡസ്ട്രി ഡോക്യുമെന്റ് സീരീസിന്റെ കീഴിൽ ഈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മിനിമൽ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇന്ത്യയിലുള്ള ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഇൻഡസ്ട്രീസിന് വേണ്ടി ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ഇൻഡസ്ട്രീസിന്റെ അഫ്ലുവന്റ് ഡിസ്ചാർജ്, അല്ലെങ്കിൽ വാട്ടർ പൊല്യൂട്ടൻസിന്റെ ഡിസ്ചാർജ്, എയർ പൊല്യൂട്ടൻസിന്റെ ഡിസ്ചാർജ്, അതിന്റെ എമിഷന്, നോയ്സ് ലെവല്, സോളിഡ് വേസ്റ്റിന്റെ ഡിസ്ചാർജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
ഈ പറയുന്ന സെർട്ടൻ ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സമ്മിറ്റ് ഓഫ് ദി ഫ്യൂച്ചർ ആണ്. അപ്പോൾ ഈ സമ്മിറ്റ് ഓഫ് ദി ഫ്യൂച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 1 ഒരു വാർത്തയുണ്ട്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അതിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തെക്കുറിച്ചൊക്കെയാണ് വാർത്തക്കകത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമ്മിറ്റ് ഓഫ് ദി ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്, അല്ലെങ്കിൽ വൺസ് ഇൻ എ ജനറേഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സമ്മിറ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ലോകത്തിൽ ഇപ്പോൾ UN ജനറൽ അസംബ്ലി സമ്മിറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ലോകരാജ്യങ്ങളുടെയൊക്കെ നേതാക്കൾ ഇതിനകത്ത് പങ്കെടുക്കും. അപ്പോൾ ഈ ലോക നേതാക്കൾ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, മറ്റുള്ള പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഈ ഗ്ലോബൽ ഗവേണൻസ്, അതുപോലെ തന്നെ എമേർജിങ് ഗ്ലോബൽ ചാലഞ്ചസ്, അതായത് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ എമേർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാലഞ്ചസ്, അതുപോലെ തന്നെ മൾട്ടിലാറ്ററൽ കോപ്പറേഷൻ സ്ട്രെങ്തൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ ഫ്യൂച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മിറ്റാണ് ഈ സമ്മിറ്റ് ഓഫ് ദി ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് UN ആണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ സമ്മിറ്റിന്റെ ഫോക്കസ് ഏരിയ എന്തൊക്കെയാണെന്ന് നോക്കുക. ഇതിനകത്ത് ഇപ്പോൾ ഈ പറയുന്ന ജനറലി പറയുന്ന ഗ്ലോബൽ ഗവേണൻസ്, എമേർജിംഗ് ഗ്ലോബൽ ചാലഞ്ചസ്, സ്ട്രെങ്തനിങ് മൾട്ടിലാറ്ററൽ കോപ്പറേഷൻ ഒക്കെ പറയുന്നതിനനുസരിച്ച് അകത്ത് ആക്ച്വലി SDG, അതുപോലെ തന്നെ ഗവേണൻസിനകത്ത് വരുന്ന ഡെവലപ്മെന്റൽ സൈഡിലുള്ള കാര്യങ്ങളൊക്കെ പെടും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പറയുന്ന സമ്മിറ്റ് 2 ദിവസങ്ങളിലായിട്ടാണ്, കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ അവസാനം, അതിന്റെ ഒരു റിസൾട്ടായിട്ട് ഈ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഈ സമ്മിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു പാക്ട് ഇപ്പോൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് പാക്ട് ഫോർ ദി ഫ്യൂച്ചർ എന്ന് പറയുന്നത്. UN ജനറൽ അസംബ്ലി വോട്ടിനിട്ട് പാസ്സാക്കിയിട്ടാണ് ഈ പാക്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത് ബേസിക്കലി ഒരു ഡിക്ലറേഷൻ ആണ്. അതായത് വരാൻ പോകുന്ന തലമുറക്കൊക്കെ വേണ്ടിയിട്ട്, ലോകത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആൻ ഇംപ്രൂവ്ഡ് വേൾഡ് ഫോർ ദി ടുമോറോസ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ചില ആക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ പാക്ട് ഫോർ ദി ഫ്യൂച്ചറിനകത്ത് പറയുന്നത്. പക്ഷേ ചില അനലിസ്റ്റുകൾ പറയുന്നത് നമ്മുടെ UN ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഒക്കെ പോലെ തന്നെ ഹൈലി അംബിഷ്യസ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഇത് പ്രാക്ടിക്കലി ഇതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ റഷ്യ, ഇറാനൊക്കെ പോലുള്ള രാജ്യങ്ങൾ ഈ പാക്ടിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ ജനറൽ അസംബ്ലിയിൽ വന്ന സമയത്ത് ഇതിന് ചില അമെൻമെന്റ്സ് പ്രപ്പോസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ സമ്മിറ്റിന്റെ സമയത്ത് ഇവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് ഗ്ലോബൽ ഡിജിറ്റൽ കോമ്പാക്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഡിജിറ്റൽ ട്രാൻസിഷനിന്റെ ഭാഗമായിട്ട് ഈ ഡിജിറ്റൽ ട്രാൻസിഷനെ എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ ബെനിഫിഷ്യൽ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഗ്ലോബൽ ഡിജിറ്റൽ കോമ്പാക്റ്റിനകത്ത് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് CAQM കുറിച്ചാണ്. ഈ CAQM കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഡൽഹിയിലത്തെ എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 4 അപ്പോൾ അതിനകത്ത് ഈ CAQM അല്ലെങ്കിൽ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി 2021 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്ന ഒരു നിയമമുണ്ട്, കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആൻഡ് അഡ്ജോയിനിങ് ഏരിയാസ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഇതിന്റെ തൊട്ട് മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഓർഡിനൻസിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഓർഡിനൻസിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ നിയമം വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ നിയമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഒരു ഓർഡിനൻസിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കുക. സോ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ ഈ CAQM എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഡൽഹി NCR, അതായത് നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ഡൽഹി, അതുപോലെ തന്നെ അതിന്റെ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ എയർ ക്വാളിറ്റിയുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് മൾട്ടിപ്പിൾ ബോഡീസ് ആയിരുന്നു. ഇപ്പോൾ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അഡ്ജോയിനിങ് ഏരിയാസിൽ വരുന്ന സ്റ്റേറ്റുകളിൽ, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വരുന്ന സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ മൾട്ടിപ്പിൾ ഓർഗൻസ് വരുന്ന സമയത്ത് ഇതിനകത്ത് ഒരുപാട് ഇഷ്യൂസ് വരും. അതായത് ഈ പറയുന്ന പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക, അതിന്റെ ഇംപ്ലിമെന്റേഷന്റെ കേസിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് വരും. അപ്പോൾ അതിനൊക്കെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഒറ്റ ബോഡി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ബോഡീസിനൊക്കെ കൺസോൾഡേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലെങ്കിൽ ഒരു ബോഡിയാണ് ഈ CAQM എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ CAQM ബേസിക്കലി ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അവർ ചെയ്യുന്നത് ഈ പറയുന്ന നാഷണൽ ക്യാപിറ്റൽ റീജിയന്റെയും അതിന്റെ അഡ്ജോയിനിങ് ഏരിയാസിന്റെയൊക്കെ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് ഇവർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ, ഈ CAQM എടുക്കുന്ന തീരുമാനങ്ങളെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ മാത്രമേ ചോദ്യം ചെയ്യാൻ പറ്റൂ എന്ന് മനസ്സിലാക്കുക. അതുകൂടാതെ സിവിൽ കോർട്ടുകളിലും അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ മാത്രമേ അത് ചോദ്യം ചെയ്യാൻ പറ്റൂ എന്ന് മനസ്സിലാക്കുക.
ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഗ്രീൻ വാഷിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഈ നമ്മുടെ ഇന്ത്യയിൽ അതിൻ്റെ മുകളിൽ ചില റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നതിനെ കുറിച്ച് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ഗൈഡ് ലൈൻസ് ഉടനെ തന്നെ വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 5 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഗ്രീൻ വാഷിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഗ്രീൻ വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ആണ്. എന്താണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഗ്രീൻ വാഷിംഗ് അല്ലെങ്കിൽ ഗ്രീൻ വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇതൊരു ഡിസെപ്റ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പ്രാക്ടീസ് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സർവീസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷന്റെ എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സിനെ എക്സാജറേറ്റ് ചെയ്തുകൊണ്ട്, അതായത് വലിയ രീതിയിലുള്ള എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ് ഉണ്ടെന്നൊക്കെ വലിയ രീതിയിൽ ഊതിപ്പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് നടത്തുന്ന ഫോൾസ് ആയിട്ടുള്ള ക്ലെയിംസിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിസെപ്റ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസസിനെയാണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത്. ഇത് പണ്ട് 1986 ഒരു എൻവയോൺമെന്റലിസ്റ്റ് ആയിരുന്ന ഒരു ജെ വെസ്റ്റർവെൽഡ് എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ഈ ടേം കോയിൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് ബരാക് ഭുവൻ വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ കുറിച്ചാണ്. ഈ ബരാക് ഭുവൻ വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ സാങ്ച്വറിയിലൂടെയുള്ള ഒരു റോഡ് കൺസ്ട്രക്ഷന് അനുമതി അസം ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ സ്റ്റേ ചെയ്തതായിട്ടുള്ളൊരു വാർത്ത ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് അസാമിലെ ബരാക് വാലിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഈ ബരാക് വാലിയിലുള്ള ബരാക് റിവറിനും അതുപോലെ തന്നെ സോണായ് റിവറിനും ഇടയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. 2022 ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ബരാക് വാലിയിലുള്ള രണ്ടാമത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് ഈ പറയുന്ന ബരാക് ഭുവൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഇവിടെ ഒരു ബൊറൈൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്ന ഒരു സാങ്ച്വറി ഓൾറെഡി ഉണ്ട്. ഇവിടെ വന്നിട്ടുള്ള രണ്ടാമത്തെ സാങ്ച്വറി ആണ് ഇതെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഏകദേശം 8ഓളം റെക്കോർഡഡ് സ്പീഷീസും പ്രൈമേറ്റ്സും ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് കിങ് കോബ്രയുടെ പ്രധാനപ്പെട്ട ഒരു ഹാബിറ്റാറ്റ് ആണ് ഇത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.